നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പക്ഷേ അതിന് മണിക്കൂറുകൾക്ക് ശേഷം ബുധനാഴ്ച ഇറാനിലെ ലാവൽ ദ്വീപിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് ഇറാൻ അധികൃതർ. നാഷണൽ ഇറാനിയൻ ഓയിൽ റിഫൈനിങ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയാണ് സംഭവം റിപ്പോർട്ട് ചെയ്തതെന്ന് ഇറാനിയൻ ഓയിൽ മന്ത്രാലയത്തിന്റെ വാർത്താ ഏജൻസിയായ ഷാന റിപ്പോർട്ട് ചെയ്തു. പ്രാദേശിക സമയം രാവിലെ 10 മണിയോടെയാണ് പ്ലാന്റിൽ തീപിടുത്തമുണ്ടായതെന്ന് കമ്പനി അറിയിച്ചു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനും സ്ഥലം സുരക്ഷിതമാക്കുന്നതിനുമായി സുരക്ഷാ അഗ്നിശമന സേനകളെ ഉടൻ വിന്യസിക്കുകയും ചെയ്തു. രണ്ടാഴ്ചത്തെ വെടിനിർത്തലിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അറിയിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഇസ്രയേലിന്റെ ആദ്യ ഔദ്യോഗിക പ്രതികരണത്തിലാണ് നെതന്യാഹുവിന്റെ ഓഫീസ് നിലപാട് വ്യക്തമാക്കിയത്. ഇറാൻ ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഇതേസമയം ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം തുടരുമെന്നും നെതന്യാഹു അറിയിച്ചു. വെടിനിർത്തൽ നിലവിൽ വരണമെങ്കിൽ ഇറാൻ ഉടൻ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറന്നുകൊടുക്കണമെന്നും അമേരിക്കയ്ക്കും ഇസ്രയേലിനും മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും എതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇറാൻ ഇനി മുതൽ ഒരു ആണവ ഭീഷണിയോ മിസൈൽ ഭീഷണിയോ ഉയർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള അമേരിക്കയുടെ ശ്രമങ്ങളെ ഇസ്രയേലും പിന്തുണയ്ക്കുന്നതായും നെതന്യാഹു പറഞ്ഞു. ഇറാൻ ഹോർമൂസ് തുറന്നു തരികയും US, ഇസ്രയേൽ, മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ രണ്ടാഴ്ചത്തേക്ക് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനത്തെ ഇസ്രയേൽ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിൽ അറിയിച്ചത്. ഇറാൻ ഭീകര ഭീഷണി ഉയർത്താതിരിക്കാൻ US നടത്തുന്ന ശ്രമങ്ങളെ ഇസ്രയേലും പിന്തുണയ്ക്കുന്നു. ചർച്ചകളിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നാണ് USനെ അറിയിച്ചിട്ടുള്ളത് എന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇറാൻ ഇനി അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് അയൽ രാജ്യങ്ങൾക്കും ലോകത്തിനും ആണവ മിസൈൽ ഭീകര ഭീഷണി ഉയർത്താതിരിക്കാൻ US നടത്തുന്ന ശ്രമങ്ങളെയെല്ലാം ഇസ്രയേൽ പിന്തുണയ്ക്കും. രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ ലെബനൻ ഉൾക്കൊള്ളുന്നില്ല. നെതന്യാഹുവിന്റെ ഓഫീസ് വ്യക്തമായി അറിയിച്ചതാണ് ഇത്. ഇറാൻ US വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വാദങ്ങളെ തള്ളുന്ന നിലപാടാണ് നെതന്യാഹു സ്വീകരിച്ചിരിക്കുന്നത്. ലെബനനിലെ അടക്കം വെടിനിർത്തൽ കരാർ ഉടനടി പ്രാബല്യത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് ഷഹബാസ് ഷെരീഫ് അറിയിച്ചിരുന്നത്. അതേസമയം ഇറാൻ USന് മുന്നിൽ വെച്ച ഉപാധികളിൽ ലെബനനിലെ ആക്രമണവും അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെ 1530 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. ലെബനനിലെ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇസ്രയേൽ നഗരമായ ടെൽ അവീവിനെ ലക്ഷ്യമിടുമെന്ന് ഇറാന്റെ ശക്തമായ മുന്നറിയിപ്പുണ്ടായിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ പ്രഖ്യാപിച്ച രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ലെബനൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കം നിലനിൽക്കുന്നതിനിടെയാണ് ഇറാന്റെ ഈ നീക്കം. തെക്കൻ ലെബനനിലെ സൈനിക നടപടി നിർത്തിയില്ലെങ്കിൽ തങ്ങളുടെ മിസൈൽ യൂണിറ്റുകൾ ടെൽ അവീവിൽ ആക്രമണം നടത്തുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ വ്യക്തമാക്കി. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ച പശ്ചാത്തലത്തിലാണ് ഈ താക്കീത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്ന് പ്രഖ്യാപിച്ച വെടിനിർത്തലിനെ ചൊല്ലി ഇസ്രയേലും പാകിസ്ഥാനും വിരുദ്ധമായ നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ ലെബനന് ബാധകമല്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു. ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നത് വെടിനിർത്തൽ കരാറിൽ ലെബനാൻ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇതിനിടെ തെക്കൻ ലെബനനിലെ നഗരങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ സൈന്യം പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇസ്രയേലിനെതിരെ ആക്രമണ ഭീഷണി മുഴക്കി ഇറാൻ രംഗത്തു വന്നത്. USഉം ഇറാനും വെടിനിർത്തലിന് സമ്മതിച്ചതോടെ ബുധനാഴ്ച പുലർച്ചെ മുതൽ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെയുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചിരുന്നു. എന്നാൽ കരാറിലെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഹിസ്ബുള്ള ഉടൻ തന്നെ ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കണം എന്നാണ് റിപ്പോർട്ടുകൾ. ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കണമെന്നത് ഇറാന്റെ പ്രധാന ഉപാധിയായിരുന്നെങ്കിലും ഇസ്രയേൽ ഇതിനോട് അനുകൂലമായല്ല പ്രതികരിക്കുന്നത്. ഹിസ്ബുള്ളയുമായുള്ള പോരാട്ടം തുടരുന്നതിനിടെ പുറത്തുവന്ന ഈ പ്രതികരണം മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇസ്രയേൽ നഗരങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റുകൾ തൊടുത്തുവിട്ടതിനെ തുടർന്നാണ് മാർച്ച് 2-ന് പ്രതിസന്ധിയിലായ ലെബനൻ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ഇതിന് മറുപടിയായി ഇസ്രയേൽ നടത്തിയ വൻതോതിലുള്ള ആക്രമണങ്ങളിൽ ലെബനനിൽ ഹിസ്ബുള്ള ഇസ്രയേൽ യുദ്ധത്തിൽ 1530 പേരാണ് കൊല്ലപ്പെട്ടത്.
രാജ്യത്തെ ജനസംഖ്യയുടെ 1/5 വരുന്ന 10 ലക്ഷത്തിലധികം ആളുകൾ പലായനം ചെയ്യുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരിൽ 130 കുട്ടികളും 100-ലധികം സ്ത്രീകളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 12 ലക്ഷത്തോളം പേർ വീടുകളിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലബനനിലെ സംഘർഷം കുറഞ്ഞില്ലെങ്കിൽ മേഖലയിൽ വലിയ യുദ്ധത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകളായി ഹിസ്ബുള്ളയുടെ സ്വാധീന മേഖലയായ ഷിയ മുസ്ലിങ്ങൾ കൂടുതലുള്ള തെക്കൻ ലെബനനിലാണ് സംഘർഷം ആരംഭിച്ചത്. ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രയേലിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇവിടുത്തെ ഗ്രാമങ്ങൾ വിജനമാണ്. ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങളിൽ ഇവിടെയുള്ള വീടുകളും കെട്ടിടങ്ങളും തകർക്കപ്പെട്ടു. പാലങ്ങൾ തകർത്തതിനാൽ സമീപ പ്രദേശങ്ങളിലുള്ളവരും ഭീഷണിയിലാണ്. തെക്കൻ ലെബനനിലെ പല പട്ടണങ്ങളും ഇസ്രയേൽ നാമാവശേഷമാക്കി. ഇതിനിടയിൽ ഇസ്രയേൽ കരസേന തെക്കൻ ലെബനന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങുകയാണ്. കുന്നുകളും മലകളും നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുമായി ഇസ്രയേൽ സൈന്യം ഏറ്റുമുട്ടുന്നു. കരയുദ്ധം അവസാനിച്ചാൽ അതിർത്തി മുതൽ ലിതാനി നദി വരെയുള്ള തെക്കൻ ലെബനന്റെ വലിയ പ്രദേശം ഇസ്രയേലിന്റെ കൈവശമാകും. ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ തടയാൻ സുരക്ഷാ മേഖല സ്ഥാപിക്കുകയാണ് ലക്ഷ്യമെന്നത് ഇസ്രയേൽ അവകാശപ്പെട്ടതാണ്. വടക്കൻ ഇസ്രയേൽ നിവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതുവരെ തെക്കൻ ലെബനനിൽ നിന്ന് പലായനം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകളെ തിരികെ വരാൻ അനുവദിക്കില്ല എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ചൊവ്വാഴ്ച പറഞ്ഞത്. 2024 അവസാനത്തോടെയാണ് ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒപ്പിട്ടത്. എന്നാൽ അതിർത്തിയോട് ചേർന്ന 5 സൈനിക ഔട്ട്പോസ്റ്റുകൾ കൈവശപ്പെടുത്തിയാണ് ഇസ്രയേൽ അന്ന് യുദ്ധം നിർത്തിയത്. ഇപ്പോൾ ഇസ്രയേൽ 5000 കരസേനാ യൂണിറ്റുകളെയെങ്കിലും അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇസ്രയേൽ സൈന്യം നദിവരെ നേരിട്ടെത്തുമോ അതോ ദൂരെ നിന്ന് നിയന്ത്രിക്കുമോ എന്ന കാര്യത്തിലോ എത്ര കാലം ഇവിടെ തുടരുമെന്ന കാര്യത്തിലോ ഇസ്രയേൽ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ഇസ്രയേൽ അതിർത്തിയോട് ചേർന്നുള്ള 4 ലബനീസ് പട്ടണങ്ങളിൽ ഇസ്രയേലി സൈനിക വാഹനങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ളതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്ത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിർത്തി നഗരമായ ഖിയാമിൽ ഇസ്രയേൽ ആക്രമണത്തിൽ വിവിധ ഭാഗങ്ങൾ നിരപ്പാക്കപ്പെട്ടതായും കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടതായും ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ടാങ്കുകളും കവചിത വാഹനങ്ങളും ഈ ചിത്രങ്ങളിൽ കാണാം. അതിർത്തിയോട് ചേർന്നുള്ള മേസൽ ജബൽ പട്ടണത്തിലും ഇസ്രയേൽ സൈനിക സാന്നിധ്യമുള്ളതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നു. ആശുപത്രി സമുച്ചയത്തിന് ചുറ്റുമുള്ള വിവിധ സ്ഥാനങ്ങളിൽ കവചിത സൈനിക വാഹനങ്ങൾ കാണാം. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെയുള്ള താമസക്കാരെല്ലാം ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഇറാൻ അമേരിക്ക വെടിനിർത്തലിന് പകരമായി ഇറാൻ 10 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഉപരോധങ്ങൾ നീക്കുക, മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടുനൽകുക, തകർന്ന അടിസ്ഥാന സൗകര്യങ്ങൾ പുനർനിർമ്മിക്കാൻ സാമ്പത്തിക സഹായം നൽകുക തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, സൈനിക മേധാവി ജനറൽ അസീം മുനീർ എന്നിവരുടെ മധ്യസ്ഥതയിലാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നത്. വെടിനിർത്തൽ കാലയളവിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള ചർച്ചകൾ നടന്നേക്കും. വെടിനിർത്തൽ അംഗീകരിച്ചിട്ടില്ല എങ്കിലും തങ്ങൾ ജാഗ്രതയിലാണെന്നും ഏത് സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണെന്നും ഇറാന്റെ പരമോന്നത സുരക്ഷാ കൗൺസിൽ വ്യക്തമാക്കി. വെടിനിർത്തൽ വാർത്ത പുറത്തുവന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. മലയാളി വാർത്ത പ്ലസ്.